തിരുവനന്തപുരം ആക്കുളത്ത് വാഹനമിടിച്ച് അവശനിലയിലായ കാട്ടുപന്നിയെ മണിക്കൂറുകളോളം മരണത്തോട് മല്ലടിച്ച് റോഡരികിൽ കിടന്നു. പുലർച്ചെ 5 മണിയോടെയാണ് സംഭവമുണ്ടായത്. പുലർച്ചെ തന്നെ വിവരം അറിയിച്ചെങ്കിലും വനം വകുപ്പ് തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ആ ദൃശ്യങ്ങളിലേക്ക്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് പുതിയ സംഭവമല്ല. പ്രത്യേകിച്ച് കാട്ടുപന്നികൾ നഗരമേഖലയിൽ അടക്കം ഇറങ്ങാറുമുണ്ട്. ഇത് തിരുവനന്തപുരത്ത് ആക്കുളം ബൈപ്പാസിലാണ് ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി ഒരു കാട്ടുപന്നിയെ വാഹനമിടിച്ച് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. 5 മണിയോട് കാണുമ്പോൾ തന്നെ നാട്ടുകാർ പോലീസിലും വനം വകുപ്പിലുമൊക്കെ അറിയിച്ചു. പക്ഷെ ഇതുവരെയും അതിനെ എടുത്തു മാറ്റി. ഇപ്പോൾ ഏതാണ്ട് 4 മണിക്കൂറിലേറെ പിന്നിടുന്നു. ഇതുവരെ അതിനെടുത്ത് മാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല. തീർത്തും അവശ നിലയിലാണ് ഈ പന്നിയുള്ളത്. ഈ റോഡ് വളരെ തിരക്ക് പിടിച്ച റോഡാണ്. ആളുകൾ ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ റോഡിൽ ആളുകൾ കൂടുന്നുമൊക്കെ ഉണ്ട്. ഏതായാലും നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്കുമൊക്കെ പോകാം. ഇത് എപ്പോഴാണ് ഈ പന്നി ഇവിടെ കണ്ടത്? ഇത് രാവിലെ 5 മണി. രാവിലെ 5 മണിക്ക് തൊട്ട് വണ്ടി ഇടിച്ച് കിടക്കുകയാണ്. ആ സമയം തന്നെ വനം വകുപ്പിനും തുമ്പ സ്റ്റേഷനിലും എല്ലാം വിളിച്ച് പറഞ്ഞ് ഇതുവരെ ആരും വന്നൊന്നും ചെയ്തു. പോലീസ് പോകുന്നത് പറഞ്ഞു. പോലീസ് വന്നിട്ട് പറഞ്ഞ് വെറ്ററിനറി ഡോക്ടർ PMGയിൽ അറിയിച്ചിട്ടുണ്ട്. അവരുടനെ വരുമെന്ന് പറഞ്ഞാൽ അവർക്കാണ് റെസ്ക്യൂ ചെയ്തെടുക്കാനുള്ളത്. വനം വകുപ്പിന് അധികാരമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വനം വകുപ്പ് അധികൃതർ ഇവിടേക്ക് വന്നിട്ടുമില്ല. ഏതായാലും ഏതാണ്ട് 5 മണിക്കൂറോളം ആകുന്നു ഇത് ഒരു അപകടമുണ്ടായി. കാട്ടുപന്നി ഇവിടെ കിടക്കാൻ ഇടയ്ക്കത് അക്രമ സ്വഭാവം കാട്ടുന്നുണ്ട്. പക്ഷേ തീർത്തും അവശ നിലയിലാണ്. ഏതായാലും ഇവിടെ നിന്ന് ഇതിനെ മാറ്റാനോ അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാനോ ഉള്ള ഒരു നടപടിയും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അവർക്ക് അധികാരമില്ലെന്നാണ് ഇപ്പോൾ വനം വകുപ്പ് പോലീസും ഒക്കെ പറഞ്ഞത്. ഇതിന്റെ ഒരു കൈ ഒടിഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ടാകെ ഒരുപക്ഷെ ഇവിടെ നിന്ന് മാറാൻ കഴിയാതെ പന്നി ഇവിടെ കിടക്കുന്നത്. ഈ പ്രദേശത്തൊക്കെ നേരത്തെയും കാട്ടുപന്നികളെയൊക്കെ കണ്ടതാണ്. പക്ഷേ കാട്ടുപന്നി ശല്യവുമാണ്. പക്ഷേ ഇത്തരത്തിലൊരു ജീവന് വേണ്ടി ഒരു ജീവി ഇങ്ങനെ കിടക്കുമ്പോൾ അത് മരണത്തോട് മല്ലിടുമ്പോൾ അതിനെ കണ്ടു നിൽക്കാൻ ഉള്ള വിഷമം പല നാട്ടുകാരിൽ അവരുടെ പ്രതികരണങ്ങളിലുമൊക്കെ വരുന്നുണ്ട്. ശല്യമുള്ള ഒരു ജീവി തന്നെയാണെങ്കിൽ പോലും ഇത്തരത്തിൽ മണിക്കൂറുകളോളം ഇങ്ങനെ അവശ നിലയിൽ കിടക്കുന്നത് വനംവകുപ്പിന്റെ എപ്പോ കണ്ടതായിട്ടാ? എപ്പോഴാ കണ്ടേ? രാവിലെ 6:20 കണ്ടതാണ്. 6:30 ഇവിടെ വേറെ ആരും കണ്ട് വിളിച്ചു പറഞ്ഞെന്നും പറഞ്ഞു. അവിടെ കടന്നിരുന്നതിനെ പിന്നെ കുറച്ച് ഓട്ടോറിക്ഷക്കാരെടുത്താണ് ഇവിടെ ഇങ്ങോട്ട് വെച്ചത്. പക്ഷെ ഇതിങ്ങനെ പകല് മൊത്തം വെയിലത്ത് കടന്നു കഴിഞ്ഞാൽ അതിന് എന്താ സംഭവിക്കും നമുക്കറിയതല്ലോ. അപ്പൊ അതിന് വെള്ളമൊക്കെ നേരത്തെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം വെയിലത്ത് കടന്ന ഒരു പാവം ജീവില്ലേ, അതിനെ അങ്ങനെ ഇത് ഒരു ജീവിയല്ലേ, എന്തെങ്കിലും ചെയ്ത് മാറ്റുമായിരിക്കും നല്ലത്. ഏതായാലും കുറച്ച് ഓട്ടോറിക്ഷക്കാർ വന്ന് സൈഡിലേക്ക് മാറ്റിയത് കൊണ്ട് വേറെ വണ്ടി കയറാതിരുന്നു. പക്ഷെ രാവിലെ ഒരു 6 മണി തൊട്ട് ഇതിവിടെ കിടക്കുകയാണ്. അതിപ്പം എന്തെങ്കിലും അതാണ് ശല്യക്കാരനായ